എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. കോഴിക്കോട് ജില്ലയിലെ അതിപുരാതനവും പ്രശസ്തവുമായ ക്ഷേത്രമാണ് തളി ശിവക്ഷേത്രം. 14-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്നു. സാമൂതിരി രാജാവാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ ജ്യോതിർലിംഗം പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. അപ്രകാരം പ്രതിഷ്ഠിച്ചത് പരശുരാമൻ എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ എന്ന് പറയുന്നത് 2 നിലകളുള്ള ഒരു രഥത്തിൻ്റെ മാതൃകയിലാണ് ഉള്ളത്. ഇതിൻ്റെ ചുറ്റും മ്യൂറൽ പെയിൻറ് കൊണ്ടുള്ള ധാരാളം ചിത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ക്ഷേത്രത്തിന് ചുറ്റും വളരെ ശക്തമായ മതിലുകളുണ്ട്. ഈ മതിലുകൾ ആനയുടെ വയറിൻ്റെ ഷേപ്പിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ ശിവനും മറ്റ് ഉപദേവതകളും പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ക്ഷേത്രത്തിന് 2 കുളങ്ങളുണ്ട്. ഒന്ന് ക്ഷേത്ര കോമ്പൗണ്ടിനകത്തുള്ള ചെറിയ കുളം, അത് പൂജയ്ക്കും ക്ഷേത്രകർമ്മങ്ങൾക്കും വെള്ളമെടുക്കുന്നതിനായിട്ട്. ക്ഷേത്രക്കുളം എന്ന് പറയുന്നത് ഈ കോമ്പൗണ്ടിൻ്റെ പുറത്ത് വളരെ വിസ്തൃതിയുള്ള ഒരു കുളമാണ്. 1 ഏക്കർ 70 സെൻറ്റിലാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത്. ഈ കുളത്തിൻ്റെ പരിസരത്ത്, അതായത് ക്ഷേത്രത്തിൻ്റെ പരിസരത്തുമായിട്ട് മറ്റ് 2 ക്ഷേത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നു. സുബ്രഹ്മണ്യ ക്ഷേത്രവും ഗണപതി ക്ഷേത്രവും. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത് ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള 7 ദിവസത്തെ കലാപരിപാടികളും മറ്റുമാണ്. ഒരു പ്രത്യേകത, രേവതി പട്ടത്താനം എന്ന് പറയുന്ന ഒരു പ്രൗഢ സദസ് ആധ്യാത്മിക, ഭൗതിക, സാഹിത്യ വിഷയങ്ങളെ സംബന്ധിച്ച് പ്രഗത്ഭന്മാരായ ആൾക്കാർ പങ്കെടുക്കുന്ന 7 ദിവസത്തെ ഒരു പരിപാടിയാണ്. ആ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു, ചർച്ച ചെയ്യപ്പെടുന്നു, ഒക്കെ അവിടെ നടക്കുന്നു. ഇതിൽ ഏറ്റവും അധികം പ്രാഗൽഭ്യം കാണിക്കുന്നവർക്ക് അവിടെ വളരെ സമ്മാനങ്ങളും ധനവും നൽകി ആദരിക്കുകയും ചെയ്യുന്ന പരിപാടിയും ഉണ്ട്. അതിന് രേവതി പട്ടത്താനം എന്നാണ് പറയുന്നത്. ഇത് മറ്റെങ്ങും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഗണപതി ക്ഷേത്രത്തിൻ്റെയും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെയും ഉത്സവങ്ങളും നടക്കാറുണ്ട്. വിനായക ചതുർത്ഥിയാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഉത്സവം. ഈ വിനായക ചതുർത്ഥി ഉത്സവത്തിൽ വള്ളങ്ങളിൽ ഈ ഗണപതിയുടെ വിഗ്രഹങ്ങൾ വളരെ മനോഹരമായി അലങ്കരിച്ച് ആ ക്ഷേത്രത്തിനകത്ത് തന്നെ ഒരു പ്രദക്ഷിണം നടത്തുന്നു. അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ കുളത്തിനകത്തെ ഗണപതി വിഗ്രഹങ്ങൾ വെച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം നടക്കുമ്പോൾ ക്ഷേത്രത്തിന് ചുറ്റും അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ഭക്തജനങ്ങൾ പ്രദക്ഷിണവും വയ്ക്കുന്നു. അപ്പോൾ അകത്ത് വിഗ്രഹത്തിൻ്റെ പ്രദക്ഷിണവും ക്ഷേത്രത്തിൻ്റെ കുളത്തിൻ്റെ പുറത്ത് ഭക്തജനങ്ങളുടെ പ്രദക്ഷിണവും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് വളരെയേറെ പ്രശസ്തി ആർജിച്ച, ധാരാളം ഭക്തജനങ്ങളെ ആകർഷിക്കുന്ന ഒരു ഉത്സവമാണ്. കേരള ഗവൺമെൻറ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ചേർന്നുകൊണ്ട് ഈ ക്ഷേത്ര പരിസരത്തിലെ ചില പുതുക്കിപ്പണിയലുകൾ, അലങ്കാരങ്ങൾ ഒക്കെ നടത്തുകയും എന്നിട്ട് ഈ ക്ഷേത്ര കുളത്തിനകത്ത് ഒരു വലിയ കൽമണ്ഡപവും ഒരു ഫൗണ്ടനും സ്ഥാപിക്കാനായിട്ടുള്ള ശ്രമം ആരംഭിച്ചു. ക്ഷേത്രക്കുളമാണെന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ക്ഷേത്രക്കുളം എന്ന് പറയുന്നത് പരിശുദ്ധവും പവിത്രവുമാണ്, അത് ക്ഷേത്രത്തിൻ്റെ ഭാഗവുമാണ്. നമുക്കറിയാം, ഒരുപക്ഷെ കുളിക്കാതെ ക്ഷേത്രത്തിൽ പോകേണ്ട ഒരു സ്ഥിതി വന്നാൽ ക്ഷേത്രക്കുളത്തിൽ പോയി വെള്ളമെടുത്ത് ശരീരത്തെ കുടഞ്ഞ് ദേഹശുദ്ധി വരുത്തി ആളുകൾ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തും. പുള്ളി അതാണ് ആ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രാധാന്യം, ക്ഷേത്രക്കുളത്തിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഇങ്ങനെയുള്ള ക്ഷേത്രക്കുളത്തെ മലീമസമാക്കുന്ന രീതിയിലുള്ള പണിയാണ് അവിടെ ആരംഭിച്ചത്. ഈ സന്ദർഭത്തിൽ ആ പരിസരത്തുള്ള 2 ഭക്തന്മാർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ
ഒരു ഹർജി ഫയൽ ചെയ്തു. ഗുരുദാസും സുബ്രഹ്മണ്യനുമാണ് ആ 2 ഭക്തന്മാർ. കേരള ഹൈക്കോടതി ഈ ഹർജിക്കാരുടെയും ദേവസ്വം ബോർഡിൻ്റെയും ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിയുടെയും എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും മറ്റും വാദങ്ങളെല്ലാം കേട്ടതിന് ശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു, ക്ഷേത്രക്കുളം അതിൻ്റെ പരിശുദ്ധി നിലനിർത്തണം. ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ ക്ഷേത്രക്കുളം ഉപയോഗിക്കാൻ പാടുള്ളൂ. അതല്ലാതെയുള്ള യാതൊരു കർമ്മങ്ങളും അവിടെ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ഷേത്രക്കുളത്തിനകത്ത് കൽമണ്ഡപവും കെട്ടി ഫൗണ്ടേഷൻ സ്ഥാപിക്കാനുള്ള കേരള സർക്കാരിൻ്റെയും ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ശ്രമങ്ങൾക്ക് കോടതി തടസ്സമിട്ടു. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ പ്രാധാന്യം ഇടിച്ചു കാണിക്കാനും അവിടെയുള്ള ആൾക്കാരുടെ വിശ്വാസത്തെ കുറച്ച് കാണിക്കാനും കുറച്ച് കിട്ടുവാനും വേണ്ടി ഈ കേരള സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു തളി ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തെയും കുറച്ച് കാണിക്കാൻ ആ ക്ഷേത്രത്തിൻ്റെ കുളത്തെ അശുദ്ധമാക്കിക്കൊണ്ട് ക്ഷേത്രത്തിൻ്റെ പ്രശസ്തിയും പ്രാധാന്യത്തെയും ഹനിക്കുക എന്നുള്ള ഒരു ദുരുദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഈ സംരംഭത്തിന് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് ജസ്റ്റിസ് അനിൽ നരേന്ദ്രനും ജസ്റ്റിസ് ഗിരീഷും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് പാസാക്കിയ ഉത്തരവിലൂടെ അതിൻ്റെ പരിശുദ്ധിയും അതിൻ്റെ പ്രശസ്തിയും നിലനിർത്താൻ സാധിച്ചു. അതിന് മുന്നോട്ട് വന്ന ഹർജിക്കാർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ്.